കശ്മീരിൽ ഭീകരർക്കെതിരായ നടപടികൾ തുടരുന്നു. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധമുള്ള 4 ഭീകരരുടെ വീടുകൾ കൂടി തകർത്തു. പുൽവാമ, ഷോപ്പിയാർ, കുപ്വാര തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള ഭീകരരുടെ വീടുകളാണ് തകർത്തത്. അതിനിടെ കുപ്വാരയിൽ സാമൂഹ്യ പ്രവർത്തകനെ ഭീകരർ വെടിവെച്ചു കൊന്നു. സാമൂഹ്യ പ്രവർത്തകനായ ഗുലാം റസൂലാണ് കൊല്ലപ്പെട്ടത്. വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നുണ്ട്. ആന്റണി, പഹൽഗാം ഭീകരാക്രമണത്തിൽ NIA അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ഇന്നാണ് കഴിഞ്ഞ ദിവസമാണ് NIA കശ്മീർ പോലീസിൽ നിന്ന് അന്വേഷണം ഏറ്റെടുത്തത്. അതിന്റെ രേഖകളടക്കം NIA ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വിവിധ ആളുകളുടെ മൊഴിയെടുക്കുന്നതൊക്കെ NIA തുടരുകയാണ്. അത് ഇനിയും തുടരുമെന്നാണ് NIA വ്യക്തമാക്കിയിട്ടുള്ളത്. NIA പ്രത്യേക സംഘം അവിടേക്ക് നിലവിൽ തന്നെ കാശ്മീരിൽ എത്തിയിട്ടുണ്ട്. അവിടെ തെരച്ചിലടക്കമുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഈ മൊഴിയെടുക്കലടക്കമുള്ള കാര്യങ്ങളുമാണ് NIA ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ ഭീകരർക്കെതിരായ നടപടികൾ സൈന്യവും അതുപോലെ തന്നെ ഭരണകൂടവും ശക്തമായി തന്നെ തുടരുകയാണ്. ഇതുവരെ 11 ഭീകരരുടെ വീടുകളാണ് കാശ്മീരിൽ സൈന്യവും അതുപോലെ തന്നെ പ്രാദേശിക ഭരണകൂടങ്ങളും ചേർന്ന് തകർത്തിട്ടുള്ളത്. ഇന്ന് 4 പേരുടെ വീടുകൾ തകർത്തു എന്നുള്ളതാണ് കാശ്മീരിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. അത് ഷോപ്പിയാൻ, അതുപോലെ തന്നെ ബന്ദിപ്പോറ, പുൽവാമ, ത്രാൾ എന്നീ പ്രദേശങ്ങളിലുള്ള വീടുകളാണ് തകർത്തിട്ടുള്ളത്. അവിടെ ഈ ബോംബിട്ട് അടക്കമാണ് വീടുകൾ തകർത്തിട്ടുള്ളത്. ഈ ലഷ്കർ ഇ തോയ്ബ കമാൻഡർ അടക്കമുള്ളവരുടെ വീടുകൾ തകർത്തവയിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതും സൈന്യം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ആ നടപടി ശക്തമായി തന്നെ തുടരുകയാണ്. 48 മണിക്കൂറിനുള്ളിലാണ് ഈ നടപടി ഉണ്ടായിട്ടുള്ളത്. 11 വീടുകളാണ് ഇതിനോടകം തകർത്തത് എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്ന വിവരം. ഏതായാലും ആ ഒരു തരത്തിൽ ആ നടപടികൾ മുന്നോട്ട് പോകുമ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിൽ പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താനുള്ള തെരച്ചിലും ഇപ്പോൾ ഊർജിതമായി തന്നെ സൈന്യം തുടരുകയാണ്. വിവിധ ഇടങ്ങളിൽ അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരുന്നുണ്ട്. അതിന്റെ ഭാഗമായി കൂടിയാണ് ഇതുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ആളുകൾക്ക് എതിരായ നടപടിയും സൈന്യം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആന്റണി, പഹൽഗാം ഭീകരാക്രമണത്തിൽ തിരിച്ചടി തുടരുകയാണ് ഇന്ത്യ. അതുപോലെ തന്നെ ഭീകരർക്കായുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് കശ്മീരിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും അവിടെ വലിയ പ്രതിഷേധമാണ്. പ്രത്യേകിച്ച് പഹൽഗാമിലാണ് ആ പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ ഭീകരാക്രമണത്തിന് പിന്നാലെ വിനോദസഞ്ചാര മേഖല പൂർണ്ണമായും അവിടെ വലിയ പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുകയാണ്. ഇന്നിപ്പോൾ പ്രതിഷേധവുമായി എത്തിയത് ടാക്സി തൊഴിലാളികളും അതുപോലെ തന്നെ ഈ കുതിരകളെ സവാരി നടത്തുന്ന ആളുകളുമാണ്. കാരണം ഈ പഹൽഗാമിലടക്കം ഈ കുതിരകളെയാണ് അവർ യാത്രയ്ക്കും മറ്റുമായി ഉപയോഗിക്കുന്നത്. അങ്ങനെ അതിനു വേണ്ടിയുള്ള അതെല്ലാം ഈ ഭീകരാക്രമണത്തിന് പിന്നാലെ ആകെ നിലച്ച ഒരു സാഹചര്യത്തിലാണ്. അവരുടെ ജീവിതം ഈ വിനോദസഞ്ചാരികൾ വരാതായതോടുകൂടി ഈ ജീവിതം തന്നെ വഴിമുട്ടിയ അവസ്ഥയിലാണ് അവിടെയുള്ള ഈ ടാക്സി തൊഴിലാളികളും അതുപോലെ തന്നെ ഈ കുതിര സവാരി അടക്കം നടത്തുന്ന ആളുകളും ഒക്കെ ഉള്ളത്. വലിയ പ്രതിസന്ധിയിലാണ് ആ വിഭാഗമുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരെ ഈ ഭീകരരെ അടക്കം എത്രയും വേഗം പിടികൂടണം എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ദേശീയ പതാക അടക്കം ഉയർത്തി പാകിസ്ഥാനെതിരെ അടക്കം വലിയ മുദ്രാവാക്യങ്ങൾ അടക്കം ഉയർത്തിയായിരുന്നു ഇന്നിപ്പോൾ ഈ പഹൽഗാമിലടക്കമുള്ള ഈ തൊഴിലാളികളുടെ പ്രതിഷേധം. ശരി, ആന്റണി ജിസ് ജോർജാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിൽ തുടർ നീക്കങ്ങളുമായി ഇന്ത്യ. ഉറി ഡാം ഇന്ത്യ മുന്നറിയിപ്പ് നൽകാതെ തുറന്നുവിട്ടു. ഇത് ധലം നദിയിലെ ജലനിരപ്പ് ഉയർത്തുകയും പാക് അധിനിവേശ കശ്മീരിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറുകയും ചെയ്തു.